ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ ധ്യാനിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിന്റെ ആദ്യ ഭാഗത്ത് നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാൻ, അസാധുവാക്കാനാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ കരുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിയമ അനുഷ്ഠാനത്തിന്റെ അർത്ഥം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിയമങ്ങളൊന്നും മാറ്റിക്കളയാനോ ലംഘിക്കാനോ അല്ല കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നു. അതിന്റെ അക്ഷരാർത്ഥം ബാഹ്യമായ അരൂപി അതിൽ മാത്രം കുടുങ്ങിക്കിടക്കാതെ ഉയരങ്ങളിലേക്ക് കടക്കുവാൻ, അന്തസത്ത മനസ്സിലാക്കുവാൻ, നിയമത്തിന്റെ അരൂപി മനസ്സിലാക്കുവാൻ ഈശോ ഇന്ന് നമ്മളെ വിളിക്കുകയാണ്. ക്രിസ്തു ശിഷ്യനെല്ലാം ഒരു അധ്യാപകനാണ്. പഠിപ്പിക്കാൻ കടമയുണ്ട്, ജീവിതം കൊണ്ടും മാതൃക കൊണ്ട്, വാക്കുകൾ കൊണ്ട്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകമായിട്ട് പറയുക, ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസ്സാരമായൊന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നത്. നമ്മളൊക്കെ പഠിപ്പിക്കുന്നവരാണ്, അധ്യാപകരാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷേ ഈ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ആന്തരികതയിൽ ജീവിക്കാൻ പഠിപ്പിക്കുക, നിയമങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ പഠിപ്പിക്കുക. ഒപ്പം തന്നെ ദൈവം നൽകുന്ന കൽപ്പനകൾ അമൂല്യമാണ്, വിലയേറിയതാണ്, നാം പാലിക്കേണ്ടതാണ് എന്നുള്ളത് പഠിപ്പിക്കുക. ദൗർഭാഗ്യവശാൽ ഇന്ന് പലരും പഠിപ്പിക്കുന്നത് സ്വന്തം താല്പര്യങ്ങളാണ്. ദൈവം വേണ്ട, മതം വേണ്ട, സഭ വേണ്ട, മൂല്യങ്ങൾ വേണ്ട എന്നൊക്കെ പഠിപ്പിക്കുന്ന വളരെയധികം പേരുണ്ട്. അവരുടെയൊക്കെ മൂല്യ ശ്രേണി അത് ലോകത്തിൻ്റെത് മാത്രമാണ്. കർത്താവ് പറയാൻ, നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതി അത് മറികടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ നീതിയും ലോകത്തിന്റെ മാനദണ്ഡങ്ങൾക്കും അപ്പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് എത്രയോ ദൗർഭാഗ്യകരമാണ് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ചിലപ്പോഴൊക്കെ വാല്യൂ എഡ്യൂക്കേഷനെ പറ്റി പറയുമ്പോൾ ചില അധ്യാപകർ, ചില ക്രൈസ്തവ അധ്യാപകർ തന്നെ അതിനോട് വിമുഖത കാണിക്കുന്നത്. കാരണം ഇന്ന് ചിലപ്പോൾ കുട്ടികൾക്കത് ഇഷ്ടപ്പെടുന്നില്ല, കുട്ടികൾക്കത് സ്വീകാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് അവരത് തള്ളിക്കളയുന്നു. അവർക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കാനാണെങ്കിൽ നമ്മുടെ ദൗത്യം എന്താണ്? അതുകൊണ്ട് ഈ സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, അധ്യാപകരെന്ന നിലയിൽ നാം എല്ലാവരും അധ്യാപകരാണ്. അധ്യാപകരെന്ന നിലയിൽ സ്ഥിരതയോടെ മനസാക്ഷി ഓർത്തുകൊണ്ട് ദൈവത്തെപ്പറ്റി, സഭയെപ്പറ്റി, മൂല്യങ്ങളെപ്പറ്റി ഒക്കെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. സുവിശേഷത്തിൽ നമ്മൾ രണ്ടാമത് ചിന്തിക്കുക, ഈ ആന്തരിക അരൂപി എപ്രകാരം നമ്മൾ വളർത്തണം എന്നുള്ളതാണ്. യഥാർത്ഥ ആധ്യാത്മികത എങ്ങനെ നമ്മിൽ വളർത്തണം എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചിന്തിക്കുക. അവിടെ പറയുന്ന ചില കാര്യങ്ങൾ, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുന്നു. അതിനോട് ചേർത്ത് വെച്ച് പറയുകയാണ്, കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകുന്നു. ഇവിടെ നമ്മൾ കാണുക, ഒരു ചെറിയ കുറവ്, പാപം, അത് വളർന്ന് വളർന്ന് വലുതായി വലിയ തിന്മയിലേക്കും പാപത്തിലേക്കും എത്തുന്നു. പലപ്പോഴും കോപമാണ് വളർന്ന് കൊലപാതകത്തിലേക്ക് എത്തുന്നത്. അവിടെ ഭോഷൻ എന്നും വിഡ്ഢി എന്നുമൊക്കെ വിളിക്കുന്ന അവസ്ഥകൾ, മറ്റുള്ളവനോട് പരിഗണനയില്ലായ്മ, പിന്നെ അനാദരവായി, അത് ചൂഷണമായി, മറ്റുള്ളവനെ അവസാനിപ്പിക്കാമെന്നുള്ള മനോഭാവമായി പടിപടിയായി വളർന്ന് ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് വളർച്ചയിലെത്തുമ്പോൾ കൊലപാതകവും വ്യക്തിവിരോധവുമായിട്ട് മാറുകയാണ്. അപ്പോൾ നിത്യജീവൻ നശിപ്പിക്കുന്ന അവസ്ഥകളിലേക്ക് നിന്നെ നയിക്കുന്നു എന്നുള്ളതാണ് ഈശോ പഠിപ്പിക്കുക. നരകാഗ്നി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ആത്യന്തികമായിട്ട് നിൻ്റെ ജീവിതത്തിൽ തിന്മ വരുത്തുന്ന ഈ ചെറിയ തെറ്റുകൾ അത്
വലിയ തെറ്റുകളായിട്ട് മാറുന്നു. അപ്പോൾ നമുക്കെന്താണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട മനോഭാവം? നമുക്കുണ്ടാകേണ്ടത് മറ്റുള്ളവരോട് സ്നേഹം, ചാരിറ്റി എന്ന് പറയുന്ന ആ പൂർണ്ണമായ സ്നേഹത്തിൻ്റെ നിറവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മളുടെ സഹോദര ബന്ധങ്ങളിൽ ചിലപ്പോഴൊക്കെ ഈ വിദ്വേഷവും മുറുമുറുപ്പും ഒക്കെ വളർന്ന് നമ്മുടെ ജീവിതത്തെ തന്നെ അത് കാർന്നു തിന്നുന്ന ഒരവസ്ഥയായിട്ട് പലപ്പോഴും മാറുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാക്കുകളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒരു മാന്യത, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ വാക്കുകളിൽ വരുന്ന കുറവുകളും പോരായ്മകളുമാണ് വലിയ വഴക്കുകളിലേക്ക് എത്തിക്കുന്നത്. അനാദരവോടുകൂടി മറ്റുള്ളവരോട് പെരുമാറുന്നു, മറ്റുള്ളവരെ ചില പേരുകൾ വിളിക്കുന്നു. ഇതൊക്കെ ക്രിസ്തു ശിഷ്യൻ്റെ ഭാഗത്തു നിന്ന്, അവൻ്റെ നാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നുകൂടി നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ഓർക്കേണ്ടതാണ്. വീണ്ടും എന്താണ് ഇതിന് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലുള്ള ഏറ്റവും പ്രധാന സ്ഥാനം എന്ന് ചോദിച്ചാൽ, അത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അതാണ് മൂന്നാമത് നമ്മൾ ചിന്തിക്കുക. 23-ാമത്തെ വാക്യത്തിൽ നിൻ്റെ നീ കാഴ്ചവസ്തുവായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ അതിന് കാഴ്ച അർപ്പിക്കണമെങ്കിൽ ആദ്യം നിൻ്റെ സഹോദരനുമായിട്ട് രമ്യപ്പെടണമെന്നാണ് പറയുന്നത്. കാഴ്ചവസ്തുക്കൾ, ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നു കർത്താവിന് കൊടുക്കാനായിട്ട്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് ആ ഗിഫ്റ്റ്, ആ സമ്മാനം. പക്ഷേ സഹോദരനുമായി ബന്ധമില്ലെങ്കിൽ ദൈവവുമായിട്ട് എങ്ങനെയാണ് ബന്ധമുണ്ടാകാൻ സാധിക്കുക? പിതാവുമായിട്ട് ബന്ധമുണ്ടാകണമെങ്കിൽ പിതാവിൻ്റെ മക്കളുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ഓർക്കുക. ചിലപ്പോഴൊക്കെ ഈ ബിറ്റർനെസ്, മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വേദനയും മുറിവുകളും പരിഹരിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ വളരെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി വളരെ നിഷേധാത്മകമായ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നു, വെറുപെറുപ്പും മുറുമുറുപ്പുമായിട്ട് നടക്കുന്നു. അങ്ങനെയുള്ള വ്യക്തിക്ക് എങ്ങനെയാണ് ആധ്യാത്മികതയിൽ വളരാൻ സാധിക്കുക? അതുകൊണ്ട് ആദ്യം നമ്മളെ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടി സഹോദരങ്ങളോട് ക്ഷമിക്കണം. അപ്പോഴാണ് ദൈവം നമ്മളോട് ക്ഷമിക്കുക എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. അപ്പോൾ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മുൻപിൽ ചില റോഡ് ബ്ലോക്ക്സ് വെച്ചിട്ടുണ്ട് നമ്മൾ, ചില പ്രതിബന്ധങ്ങളുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മനോഭാവങ്ങളാണ്. ദൈവം നമ്മെ സ്വീകരിക്കണമെങ്കിൽ ഈ പ്രതിബന്ധങ്ങൾ മാറ്റണം. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ക്ഷമിക്കാത്ത ദാസനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. ക്ഷമിക്കാതെ സഹഭൃത്തിനോട് ക്ഷമിക്കാത്തവന് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മാപ്പ് കിട്ടിയില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പൗലോസ്ലീഹ ഇന്നത്തെ ലേഖനത്തിലെ കൊളോസിയ ലേഖനം 3-ാം അധ്യായം 5 മുതൽ ഉള്ള വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഈ കാര്യങ്ങൾ തന്നെയാണ്. മനസ്സിലുള്ള അശുദ്ധി മാറ്റാനാണ് പറയുന്നത്. അമർഷം, 8-ാം വാക്യത്തിൽ അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയ വർജിക്കുവിൻ. ശ്ലീഹ വലിയൊരു ലിസ്റ്റ് തന്നെ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ ഹീൽ ചെയ്യാനായിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം. കാരണം ശ്ലീഹ തുടർന്ന് പറയാണ്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഈ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ശരിക്കും ദൈവവുമായി സഹോദരങ്ങളുമായിട്ട് അനുരഞ്ജനത്തിന് സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഓർക്കാം. പുതിയ ആന്തരികതയുടെ പാഠങ്ങൾ നമുക്ക് പഠിക്കാം. ഒപ്പം തന്നെ പ്രത്യേകമായി ചെറിയ തെറ്റുകൾ നമ്മുടെ ജീവിതത്തെ വലിയ തകർച്ചയിലേക്ക് നയിക്കും എന്നോർക്കാം. ആദരവോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാം. സർവോപരി ദൈവവുമായി ഐക്യവും ബന്ധവും അനുരഞ്ജനവും ഉണ്ടെങ്കിലേ സഹോദരങ്ങളുമായിട്ട് അനുരഞ്ജനപ്പെടാൻ പറ്റൂ. അത് ആത്യന്തികമായി നമ്മുടെ തന്നെ മനസ്സിൻ്റെ സ്വസ്ഥതയ്ക്കും നമ്മുടെ ആധ്യാത്മികമായ അഭിവൃദ്ധിക്കും കാരണമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.